ഹലോ ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീട്ടിൽ റോസ്റ്റ് പൊടി ഇല്ലാതെ എങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കാം എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു വേണ്ടി നമുക്ക് തൈരിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പിട്ട് കലക്കി അതിലേക്ക് നമ്മൾ ചിക്കന് ഇട്ടുകൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ അതിലേക്ക് വേറെ അതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാൻ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി നന്നായി ആഡ് ചെയ്ത് വന്നാൽ നമുക്ക് അതൊന്ന് ലൂസാക്കി എടുക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയിട്ടെടുക്കണേ. പിന്നെ അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും പാടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലേശം കളർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി നമ്മുടെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അതെടുത്ത് അതൊന്ന് വെള്ളമൊന്ന് കളഞ്ഞ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു ബാറ്റർ നമുക്ക് ചിക്കനിലേക്കൊന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതൊരു അരമണിക്കൂർ വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് ആ മസാലയൊക്കെ നമ്മൾ ചിക്കനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2 കയ്യിൽ മൈദമാവ് എടുക്കുക, 1 കയ്യിൽ അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഒരു മുട്ടയിലേക്ക് കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതൊന്ന് ലൂസാകാൻ പാകത്തിന് പാലൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറായി. നമ്മൾ മാറ്റി നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഓരോന്ന് നമ്മൾ മൈദമാവിൽ കോട്ട് ചെയ്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും മൈദമാവിൽ നമ്മൾ കോട്ട് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാൻ. ഡബിൾ കോട്ടിംഗ് ആണ് വേണ്ടത്, എന്നാലും നമുക്ക് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് ഇത് സിം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ലാസ്റ്റിലെ ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബൈ.